Good morning to all. Good morning. Good morning, Miss. Good morning. പിന്നെ കണ്ടിട്ടുള്ള കുറച്ച് ദിവസമായിട്ട് കുറച്ച് തിരക്ക് കാര്യങ്ങളുണ്ടായിരുന്നു. മിസ് അമ്പലത്തില് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കണം കേട്ടോ. നോട്ട്സ് എഴുതിയിട്ടുണ്ട്. കുറച്ചുകൂടി എഴുതാനുണ്ട്. ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വേറെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എഴുതിയത്. അതിന്റെ മലയാളം മീനിങ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായത് അഖില എന്ന് പറയും കേട്ടോ. ഫസ്റ്റ് where have you been അതായിരുന്നോ? ആണോ? യെസ്, where have you been മീനിങ് ഇത്രയും നേരം ഈ എന്തോ Where have you been? ഓക്കെ, ഞാൻ ഓരോന്ന് പറയാം നോക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ കേട്ടോ. മീനിങ് എഴുതിക്കോളൂ. where have you been ഇത്രയും നേരം നീ എവിടെയായിരുന്നു? where have you been ഇത്രയും നേരം നീ എവിടെയായിരുന്നു? where have you been ഇത്രയും നേരം നീ എവിടെയായിരുന്നു? നെക്സ്റ്റ്, where are you up to ഞാൻ പറഞ്ഞിരുന്നോ? Yes, miss. Okay, where are you up to നീ എവിടെ വരെ പോകുന്നുണ്ട്? നീ എവിടെ വരെ പോകുന്നുണ്ട്? where are you up to എവിടെ വരെ നീ പോകുന്നുണ്ട്? ഓക്കെ, എന്റെ ക്ലാസ് ഒരു ഹാഫ് ആൻ അവർ വരെ ഉള്ളൂ കേട്ടോ. 12 o'clock വരെ എന്റെ ക്ലാസ് ഉള്ളൂ. അതിനുശേഷം വേറൊരു മിസ് വരും. മിസ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, അപ്പോ ഒരു 12 മണി വരെ എന്റെ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് ആരും ലീവ് ചെയ്ത് പോകരുത്. ഓക്കെ, ഓക്കെ, അത് എഴുതി കഴിഞ്ഞല്ലോ. അതിനുശേഷം why you last night കറക്റ്റ് ആണോ? ഏതെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. Where am I supposed to go now? അതല്ല. Okay, where am I supposed to go now ആണോ? അതെ അതെ. Yes, where am I supposed to go now? ഞാനിപ്പോൾ എവിടെയാണ് പോകേണ്ടത്? where am I supposed to go now? ഞാനിപ്പോൾ എവിടെയാണ് പോകേണ്ടത്? ഞാനിപ്പോൾ എവിടെയാണ് പോകേണ്ടത്? where am I supposed to go now? ഞാനിപ്പോൾ എവിടെയാണ് പോകേണ്ടത്? where were you last night? where were you last night? കഴിഞ്ഞ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? കഴിഞ്ഞ രാത്രി നീ എവിടെയായിരുന്നു? where were you last night? കഴിഞ്ഞ രാത്രി നീ എവിടെയായിരുന്നു? where were you last night? where do you live? where do you live? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? where do you live? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? where do you live? നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? where does he live? അവൻ എവിടെയാണ് താമസിക്കുന്നത്? where does he live? അവൻ എവിടെയാണ് താമസിക്കുന്നത്? where was he born? ഞാൻ എവിടെയാണ് ജനിച്ചത്? അവൻ എവിടെയാണ് ജനിച്ചത്? സോറി, അവൻ എവിടെയാണ് ജനിച്ചത്? where was he born? where was he born? അവൻ എവിടെയാണ് ജനിച്ചത്? where was he born? where are you going? നീ എവിടെയാണ് പോകുന്നത്? where are you going? where are you going? നീ എവിടെയാണ് പോകുന്നത്? where is the trouble? where is the trouble? എവിടെയാണ് പ്രശ്നം? where is the trouble? where is the trouble? where has he gone? where has he gone?
അവൻ എവിടെയാണ് പോയത്? Where has he gone? അവൻ എവിടെയാണ് പോയത്? Where has he gone? അവൻ എവിടെയാണ് പോയത്? Where can I meet you? Where can I meet you? എവിടെ വെച്ച് എനിക്ക് നിന്നെ കാണാൻ പറ്റും? Where can I meet you? Where can I meet you? എവിടെ വെച്ച് എനിക്ക് നിന്നെ കാണാൻ പറ്റും? Where did you buy? Where did you buy? എവിടെ നിന്നാണ് നിങ്ങൾ ഇത് വാങ്ങിയത്? Where did you buy? എവിടെ നിന്നാണ് നിങ്ങൾ ഇത് വാങ്ങിയത്? Where did you buy? Next ഏതായിരുന്നു? Where have I seen you? അതാണോ? Where have I seen you before? അതെ. Yes. Where have I seen you before? ഞാൻ എവിടെ വെച്ചാണ് ഇതിനു മുൻപ് നിന്നെ കണ്ടിട്ടുള്ളത്? ഞാൻ എവിടെ വെച്ചാണ് ഇതിനു മുൻപ് നിന്നെ കണ്ടിട്ടുള്ളത്? Where have I seen you before? Where have I seen you before? Where have I seen you before? Last അല്ലേ? കഴിഞ്ഞല്ലോ? ഇനിയില്ലല്ലോ? എന്താണ് ഉണ്ട്? ആണോ? ഏതാണ്? Where is the letter I have left here? Yeah, where is the letter I have left here? ഞാൻ ഇവിടെ വെച്ചിട്ട് പോയ ലെറ്റർ എവിടെയാണ്? Where is the letter I have left here? ഞാൻ ഇവിടെ വെച്ചിട്ട് പോയ ലെറ്റർ എവിടെയാണ്? ഇനിയിപ്പോ ബുക്ക് ആണെങ്കിലോ നമ്മൾ ചോദിക്കാം where is the book I have left here? ഞാൻ ഇവിടെ വെച്ചിട്ട് പോയ ബുക്ക് എവിടെയാണ്? Okay. Next, where are you supposed to stay today? Where are you supposed to stay today? Yes. ഇന്ന് എവിടെയാണ് നീ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? Where are you supposed to stay today? ഇന്ന് എവിടെയാണ് നീ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? Where are you supposed to stay today? Yeah. Okay. Is it finished? Yes. Okay. Then ഈ ട്രാൻസ്ലേഷൻ ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഈ ട്രാൻസ്ലേഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നോ? തന്നിരുന്നോ? പറയൂ. സ്ക്രീനിൽ കാണുന്ന ഈ നോട്ട് അതായത് ട്രാൻസ്ലേഷൻ, മലയാളം ട്രാൻസ്ലേഷൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നോ? വർക്ക് ആയിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ തന്നിട്ടുണ്ടായിരുന്നോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂന്ന്. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ. ഓക്കെ, ഇതിന് ആൻസർ തന്നിരുന്നോ? ആൻസർ തന്നിരുന്നോ? ആൻസർ കീ തന്നിരുന്നോ? ആൻസർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. കേട്ടില്ല. ക്ലാസ് ടൈമിൽ ഡിസ്കസ് ചെയ്തു ഓരോരുത്തരോട് ചോദിച്ചിട്ട്. ഓക്കെ, അത് കംപ്ലീറ്റഡ് ആണല്ലോ. അപ്പൊ ഓക്കെ, വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും കംപ്ലീറ്റഡ് ആണ്. അതിന് ആൻസർ കീ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നോട്ട് ചെയ്താട്ടോ. ക്വസ്റ്റ്യൻ വിത്ത് പെൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. When is your brother coming back? When is your brother coming back? നിന്റെ സഹോദരൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? മീനിങ് എഴുതിക്കോളൂട്ടോ. When is your brother coming back? നിന്റെ സഹോദരൻ എപ്പോഴാണ് തിരിച്ചു വരുന്നത്?
are you flying abroad? When are you flying abroad? നീ എപ്പോഴാണ് വിദേശത്തേക്ക് അബ്രോഡിലേക്ക് പോകുന്നത്? നീ എപ്പോഴാണ് അബ്രോഡിലേക്ക് പോകുന്നത്? When are you flying abroad? When do you want to get up? When do you want to get up? നീ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നീ എപ്പോഴാണ് എഴുന്നേൽക്കേണ്ടത് എന്നാണ്. നീ എപ്പോഴാണ് എഴുന്നേൽക്കുന്നതല്ല, എഴുന്നേൽക്കേണ്ടത്. When do you want to get up? When did the trouble start? When did the trouble start? എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്? When did the trouble start? എപ്പോഴാണ് പ്രശ്നം തുടങ്ങിയത്? When did it happen? When did it happen? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? When do you expect him here? When do you expect him here? അവനെ നീ എപ്പോഴാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്? അവനെ നീ എപ്പോഴാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്? എക്സ്പെക്ട് ചെയ്യുന്നത്? When do you have breakfast? നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? When do you have breakfast? നീ എപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്? When do you go to school? When do you go to school? നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? നീ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? When do you go to school? When does she go to the office? When does she go to the office? The office in there. The office or office. When does she go to the office? When does she go to the office? അവൾ എപ്പോഴാണ് ഓഫീസിലേക്ക് പോകുന്നത്? When do they eat lunch? അവർ ലഞ്ച് കഴിക്കുന്നത് എപ്പോഴാണ്? അവർ ലഞ്ച് കഴിക്കുന്നത് എപ്പോഴാണ്? When do they eat lunch? When do you go to bed? നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? When do you go to bed? നീ എപ്പോഴാണ് ഉറങ്ങാൻ പോകുന്നത്? When is it? When is it? ഇത് എപ്പോഴാണ്? When is it? ഇത് എപ്പോഴാണ്? നമ്മൾ ഇത് എപ്പോഴാണ് അറേഞ്ച് ചെയ്യേണ്ടത്? നമ്മൾ ഇത് എപ്പോഴാണ് അറേഞ്ച് ചെയ്യേണ്ടത്? When do we have to arrange it? When do we have to arrange it? നമ്മൾ ഇത് എപ്പോഴാണ് അറേഞ്ച് ചെയ്യേണ്ടത്?
when shall we see you again? When shall we see you again? ഇനി എപ്പോഴാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്? When shall we see you again? ഇനി എപ്പോഴാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്? When can you do it for me? When can you do it for me? എനിക്ക് വേണ്ടി നിനക്ക് എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴാണ് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി നീ എപ്പോഴാണ് എനിക്ക് ചെയ്തുതരാൻ പറ്റുന്നത്? When did you hear about it? നീ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് കേട്ടത്? When did you hear about it? നീ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് കേട്ടത്? When did you hear about it? നീ എപ്പോഴാണ് ഇതിനെക്കുറിച്ച് കേട്ടത്? When can you come? എപ്പോഴാണ് നിനക്ക് വരാൻ കഴിയുക? എപ്പോഴാണ് നിനക്ക് വരാൻ കഴിയുക? When can you come? Since when has he been missing? Since when has he been missing? Since when has he been missing? എപ്പോൾ മുതലാണ് അവനെ കാണാതായത്? Since when has he been missing? എപ്പോൾ മുതലാണ് അവനെ കാണാതായത്? ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ മാം, വെൻ ഈസ് ഇറ്റിന്റെ മീനിങ് ഒന്ന് പറയോ? എന്തോ? വെൻ ഈസ് ഇറ്റ്, അതിന്റെ മീനിങ് ഒന്ന് പറയോ? ഇത് എപ്പോഴാണ്? ഇത് എപ്പോഴാണ്? എപ്പോഴാണ്? നമ്മളിപ്പോ പറയുന്ന എല്ലാ സെന്റൻസുകളും നിങ്ങളുടെ ഡെയിലി ബേസിസിൽ വരുന്ന സിറ്റുവേഷൻ ബേസിൽ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ വെർബ് മാറ്റാം. ഓക്കെ, പാറ്റേൺ എങ്ങനെയാണ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ എന്താണോ ആവശ്യം എന്ന് വെച്ചാൽ അത് ചെയ്യും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ when do you have breakfast ചോദിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചത്? നിങ്ങൾക്ക് അവിടെ നിങ്ങൾ സാഹചര്യം അനുസരിച്ച് ലഞ്ച് ആക്കാം, ഡിന്നർ ആക്കാം. മനസ്സിലായോ? പാറ്റേൺ ഇങ്ങനെ തന്നെയായിരിക്കും, നിങ്ങൾ അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണതേ ഉള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ സെയിം ഇത് തന്നെ നമ്മൾ ചോദിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിനു വേണ്ടിയാണ് ഇത്രയും നമ്മൾ സെന്റൻസ് നമ്മൾ നോട്ട് എഴുതുന്നത്. അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയേണ്ടി വരും. അല്ലാതെ അയ്യോ ആ സെന്റൻസ് പറയാനുള്ള സാഹചര്യം വന്നില്ലല്ലോ എന്ന് വിചാരിച്ചാലും പറയാതിരിക്കണ്ട. നമ്മളത് മാറ്റണം. നമ്മുടെ സെൻസ് യൂസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം മാറ്റി സംസാരിക്കാൻ. ഓക്കെ, ക്ലിയർ? സോ ഇതെല്ലാം യൂസ്ഫുൾ ആണ് കേട്ടോ, വളരെയധികം യൂസ്ഫുൾ ആണ്. നിങ്ങളത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെയിലി ഇത് വായിക്കണം. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ ഈ ബുക്ക് എടുത്ത് വായിച്ചു പോവാം. ഡെയിലി ബേസിസിൽ വായിക്കുക. എത്ര ഒരു ടൈം നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക, ഒന്ന് വായിക്കുക. ഒരു ദിവസം പോലും വായിക്കാതിരിക്കരുത് കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പൊ ഏകദേശം കോഴ്സ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് അല്ലെ? നിങ്ങൾ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. മേ ബി ഈ മന്തോ ഒക്കെ ഉണ്ടാവുള്ളൂ.
സോ മാക്സിമം പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. കോഴ്സ് കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യാം. കോഴ്സ് ഇപ്പോ ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ അറിയണം, എങ്ങനെയാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ അറിയണം എന്നുണ്ട്. ഓക്കെ, സോ പറയാം. ഓക്കെ, ക്ലിയർ? അത്രയ്ക്ക് പറയാനുള്ളൂ. ഓക്കെ, മേ ബി നെക്സ്റ്റ് ഫ്രൈഡേ മുതൽ ഈ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ടീച്ചേഴ്സിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല. വീക്ക്ലി ഒരു ക്ലാസ് വെച്ചിട്ട് ഉണ്ടാവും. ഇംഗ്ലീഷ് മാക്സിമം കുറച്ച് നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് അധികം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? എന്തൊന്നും കിട്ടാതെ നിങ്ങള് സംസാരിക്കൂ. ക്ലിയർ? Yes, miss. Yes. Okay. Yeah. That's all. ഇനിയിപ്പോ വേറെ ഒന്നുമില്ല, നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ചുകൂടി നോട്ട് ചെയ്താ എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. പറയുന്നത് മറക്കരുത്. പ്രാക്ടീസ് ചെയ്യുന്നത് മസ്റ്റ് ആണ്. പ്രാക്ടീസ് ചെയ്യാതെ ഒരു ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, that's all. So let's find out today's class. Okay, thank you all. See you on the next class. So ആരും ലീവ് ചെയ്ത് പോകരുത്. ഞാൻ പറഞ്ഞ പോലെ ഓരോ മിസ് വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാനുണ്ട്. സോ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ മിസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.